ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്ലീവിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ക്ലോത്ത് ലൈനിങ് ഇട്ട് സൈഡിൽ കൈയിൻ്റെ സ്ലീഡിൽ ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, ഇതിപ്പോൾ ലൈനിങ് കൂടിയുള്ള ഒരു ക്ലോത്താണ്. അപ്പോൾ നമുക്കിത് ലൈനിങ്ങിൽ നിന്ന് മാറ്റിയിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ വയ്ക്കാം. അപ്പോൾ ഞാനിതിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് എടുക്കുന്നത് ഇതിലേക്ക് സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റോൺ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് സ്റ്റോണ് ഷോപ്പിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇത് വേണമെങ്കിൽ സെലക്ട് ചെയ്യും. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ സ്റ്റോണാണ്. ഇനി വേണ്ടത് ഫാബ്രിക് ഗ്ലൂ ആണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ അടിയിലായിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടേബിളിലേക്ക് ഗ്ലൂ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഇത് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ കയ്യിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ എടുത്ത് രണ്ട് സൈഡും ഒന്ന് മാർക്ക് ചെയ്തിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പം ആ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ ഒന്ന് ചെയ്യുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ സ്റ്റോൺ വെക്കേണ്ടത് അവിടെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു മാർക്ക് ചെയ്യുന്ന കാര്യം. അപ്പോൾ നമ്മൾ കയ്യിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്റ്റോൺ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ ഇത് ഫുള്ളും ചെയ്തിട്ടെടുക്കുക. അപ്പോൾ സ്റ്റോണൊക്കെ ഇതുപോലെ നന്നായിട്ട് ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ രാത്രി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നന്നായിട്ട് ഒട്ടിക്കിട്ടും. ഇനി നമുക്ക് പ്ലാസ്റ്റിക് കവറിൽ നിന്ന് പതിയെ ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് പതിയെ ഒന്ന് വലിച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് വലിക്കരുത്, പതിയെ ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ ഇതാ ക്ലോത്ത് ഇതുപോലെ വച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഫ്രെയിമാണ്. അപ്പോൾ ഇതുപോലത്തെ ഫ്രെയിമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ താഴത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഫ്രെയിം താഴെ നമുക്ക് ക്ലോത്തിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ വച്ച് കൊടുക്കുക. നമുക്ക് എവിടെയാണ് വർക്ക് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വച്ച് കൊടുക്കുക. ഇനി മേളിലത്തെ ഫ്രെയിം ഇതുപോലെ മേളിൽ ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ചെയ്യേണ്ടത്, ഈ ഫ്രെയിമിൻ്റെ സൈഡിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ലൂസാക്കി കൊടുക്കുക. ലൂസാക്കിയതിന് ശേഷം വീണ്ടും തുണിയിലേക്ക് വെച്ച് കൊടുക്കുക. തുണിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് പതിയെ താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലോത്ത് താഴേക്കൊന്ന് വലിച്ചു കൊടുക്കുക. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ക്ലോത്ത് പതിയെ ഒന്ന് വലിച്ചു കൊടുക്കുക, താഴേക്ക് വലിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ സ്ക്രൂ വീണ്ടും
നമ്മൾ നേരത്തെ ലൂസാക്കാറുണ്ട് ചെയ്തത്, ഇനി ടൈറ്റാക്കി കൊടുക്കുക, നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കുക. ഇനി വീണ്ടും ക്ലോത്ത് താഴേക്ക് വലിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് പെട്ടെന്ന് താഴേക്ക് വലിക്കരുത്. കുറച്ച് സമയം എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. പെട്ടെന്ന് ക്ലോത്ത് വലിക്കുമ്പോൾ ചിലപ്പോൾ ക്ലോത്ത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാം. അപ്പോൾ ക്ലോത്തിൽ പയ്യൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലോത്ത് നന്നായിട്ട് താഴ്ന്ന് ഇരിക്കുന്നുണ്ടെങ്കിൽ ടൈറ്റ് ആയിട്ടില്ല എന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് വേണ്ടത് ബീഡ്സ് വേണം, അതുപോലെ തന്നെ ലോക്ക് പിന്ന് വേണം. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചിങ് മെഷീനാണ്. അപ്പോൾ നമ്മൾ ഈ പഞ്ചിങ് മെഷീൻ വെച്ചിട്ടാണ് വർക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ബീഡ് വെച്ചിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പഞ്ചിങ് മെഷീൻ എടുത്തിട്ടുണ്ട്. പഞ്ചിങ് മെഷീൻ്റെ താഴെയായിട്ട് ഒരു ഹോള് പോലെ കാണാം. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ലോക്ക് പിൻ ഒരെണ്ണം വച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്രെയിമിൻ്റെ താഴേക്ക് കൊണ്ടുവരിക. ഇതുപോലെ ചെയ്യുക. ഇനി പഞ്ചിങ് മെഷീൻ്റെ മുകളിലായിട്ട് ആ ഹോളിൻ്റെ തൊട്ട് മുകളിലായിട്ട് വൈറ്റ് കളറുള്ള ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കാണാം. അത് ടൂളാണ്. ആ ടൂളിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ ബീഡ് വെക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന ബീഡ് ആ ടൂളിൽ ഒതുങ്ങുന്ന ടൈപ്പ് ബീഡല്ല, അതിലും കുറച്ച് ചെറിയ ബീഡാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളത് എടുക്കുമ്പോൾ കറക്റ്റ് ആ ടൂളിൻ്റെ ഉള്ളിൽ വിധം ബീഡ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ആ സ്റ്റോണ് ഇരിക്കുന്ന പോർഷൻ മൊത്തം ഈ ബീഡ് വെച്ച് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ബീഡ് വെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൂചി കോർക്കുക. ഫ്രെയിമിൻ്റെ താഴെ നിന്ന് സൂചി കോർക്കുക. എന്നിട്ട് ഇതുപോലത്തെ സീക്വൻസാണ് ഞാൻ ഇനി അടുത്തത് ഇതിലേക്ക് വയ്ക്കാൻ പോകുന്നത്. അപ്പം ഞാൻ സൂചി കോർത്തിട്ടുണ്ട്. ഇനി ആ സൂചിയിലേക്ക് 2 സീക്വൻസ് വീതം വച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എവിടെയാണോ സീക്വൻസൊക്കെ വെക്കേണ്ടത് ആ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ബീഡ് ചെയ്തേക്കുന്ന ആ പോർഷൻ്റെ ഉള്ളിലൊക്കെ സ്പേസ് ഉണ്ട്, അവിടെയൊക്കെ ഞാൻ സീക്വൻസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് കൊടുക്കേണ്ടത് ബീഡാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഡബിൾ ഷെയ്ഡുള്ള ടൈപ്പ് ബീഡാണ് എടുത്തേക്കുന്നത്. ഷുഗർ ബീഡ്സ് എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. അപ്പോൾ ഇതൊരെണ്ണം സൂചിയിൽ കോർത്തിട്ട് ഇതുപോലെ വച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്പേസിലും ഇതുപോലെ ബീഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യൂബ് ബീഡ്സ് ആണ്. ഇതുപോലത്തെ ക്യൂബ് ബീഡ്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്തിട്ട് എടുക്കുക.
ഓരോ സ്പേസിലും വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ക്യൂബ് ബീഡ്സും വെച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തേക്കുന്ന വർക്കിൻ്റെ മുകളിലായിട്ട് ഞാൻ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ 3/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആ 2 സീക്വൻസിൻ്റെ മിഡിലായിട്ട് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ എടുത്തേക്കുന്ന ഡബിൾ ഷെയ്ഡിൻ്റെ ഷുഗർ ബീഡ് വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ 2 സീക്വൻസിൻ്റെ മിഡിലായിട്ട് ഷുഗർ ബീഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ക്യൂബ് ബീഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തേക്കുന്ന ക്യൂബ് ബീഡിൻ്റെ ചെറിയ ടൈപ്പ് ബീഡാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത്. അത് നമുക്കിനി എവിടെയാണോ വെച്ച് കൊടുക്കേണ്ടത് അവിടെയൊക്കെ ഈ ബീഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞു. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അല്പം ക്ഷമയുണ്ടെങ്കിൽ സിമ്പിളായിട്ടും നമുക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ചെയ്തെടുത്തേക്കുന്നത് പ്രിൻസസ് കട്ടിൽ വരുന്നൊരു ടോപ്പിൻ്റെ സ്ലീവിലാണ്. പഫ് സ്ലീവാണ് ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.